गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂൺ 2, 2024. നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കി തീർക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ഭഗവാൻ നമ്മെ പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, ഈ ലോകത്തിൽ എത്രയോ ജനങ്ങൾ ഒരു ലജ്ജയുമില്ലാതെ മനസ്സിൽ മാലിന്യങ്ങളുമായി ജീവിക്കുന്നു. തങ്ങളുടെ മനസ്സിന്റെ അശുദ്ധമായ അവസ്ഥയെക്കുറിച്ചും ദ്വന്ദ്വ വ്യക്തിത്വത്തെക്കുറിച്ചും ആത്മാർത്ഥമായി പരിശോധന ചെയ്യുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അത്തരം മോശമായ ചിന്തകളെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ തങ്ങളുടെ ചിന്തകളെ മറച്ചുവെക്കുകയും പുറമേക്ക് മാന്യമായി വസ്ത്രധാരണം ചെയ്ത് കുറ്റമറ്റ വ്യക്തികളായി ജീവിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവരീതി കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? നാം ശരീരത്തിന്റെ ബാഹ്യമായ മോടികൾക്ക് പ്രാധാന്യം ചാർത്തിക്കൊടുക്കുകയും അതിന് ലഭിക്കുന്ന ബഹുമാനത്തിന് മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മാനസിക സ്ഥിതിയെ പാടെ അവഗണിക്കുന്നതാരോ അവൻ ഇരുകാലി മൃഗത്തെ പോലെയാകുന്നു. ന്യായമായ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ, പിന്നെയോ നിങ്ങളുടെ ഉദ്ദേശവും പ്രേരണയും പരിശുദ്ധവും നിസ്വാർത്ഥവുമായിരിക്കണം. ഉദ്ദേശം പരിശുദ്ധമായാൽ മാത്രമേ ഈശ്വര കൃപ നിങ്ങളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. ഏതൊരു സേവനം നിർവഹിക്കുമ്പോഴും അത് കളങ്കരഹിതമായിരിക്കണം. പ്രവൃത്തിയുടെ ഉദ്ദേശമാണ് പരമപ്രധാനമായിട്ടുള്ളത്. സേവനം ഏതു തരത്തിലുള്ളതുമാകട്ടെ, അതിൻ്റെ ഉദ്ദേശം നന്നായിരിക്കണം. ഉദ്ദേശം പരിശുദ്ധമല്ലെങ്കിൽ പ്രവർത്തനം ഏതു തരത്തിലുള്ളതായാലും അത് ഉറവിടത്തിൽ വെച്ചു തന്നെ കളങ്കപ്പെടും. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തികളും നല്ലതായിത്തീരും. സർവോപരി നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകല ദുർഗുണങ്ങളെയും തുടച്ചു നീക്കുക. അപ്പോൾ ഈശ്വരന് അവിടുത്തെ ദിവ്യപ്രേമവും കൃപയും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ സാധിക്കും. 1984 മെയ് 20 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.